ഹായ് ഗായ്സ്, ഇപ്പോൾ നമ്മൾ ഹനോയിലേക്ക് പോവാണ്. ഹനോയ ഹോയാണ് ഇങ്ങോട്ട് പോവാണ്. സോ ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ കുറച്ച് മഴയൊക്കെ ഉണ്ട്, പൊടിമഴ. ആൻഡ് ഇന്നത്തെ ക്ലൈമറ്റ് ഇസ് ഓക്കെ. നാളെ കുറച്ചധികം തണുപ്പാണെന്നൊക്കെയാണ് പറയുന്നത്. എല്ലാവരും കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. ഞാൻ മാത്രം കൺഫ്യൂസ്ഡ് ആണ്. ഇപ്പം നമ്മൾ എവിടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഹൊയാനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ റെഡിയാണ് അല്ലേ? എല്ലാരും റെഡിയാണല്ലോ ഹൊയാനിൽ പോവാൻ. നമ്മുടെ ആദ്യത്തെ ട്രിപ്പ്. അതെ, ആദ്യത്തെ ട്രിപ്പാണ് ഇവിടെ വന്നിട്ട്. സ്ഥലമാണ് ആദ്യത്തെ സ്ഥലമാണ്. നമ്മുടെ ടൂർ ഗൈഡായ അഖിൽ ബാലകൃഷ്ണനാണ് ടൂർ ഗൈഡ് പോലെ. നമുക്ക് നല്ല കുറെ പാട്ടുകളൊക്കെ വെച്ച് തന്നു. എന്തോ ഒരു കൊറിയൻ പാട്ട് പോലെ. അല്ല, ആ ചേട്ടൻ നമുക്ക് അപ്പച്ചി അപ്പച്ചി പാട്ടിട്ട് തന്നു. അപ്പൊ അതൊരു ഗുഡാണ്. ബാലയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള സ്ഥലമാണ് ഹൊയാൻ എന്ന് പറയുന്നത്. നല്ല ഭംഗിയായിരുന്നു വൈകിട്ട് കാണാനായിട്ട്. ഇതാ ഈ ചിരിച്ചുകൊണ്ട് വരുന്ന ചേച്ചി ഫോട്ടോ എടുക്കാനായിട്ട് പൈസ നമ്മൾ അങ്ങോട്ട് ചേച്ചി വന്ന് നമ്മളോട് വീണ്ടും കുട വേണമെന്ന് ചോദിച്ചു. പക്ഷെ വി ഹവ് ഓൾറെഡി ബോട്ട്. ഡ്രസ്സിന് മാച്ചായ കുട വേണ്ട വേണ്ട. നാളെ എൻ്റെ ഔട്ട്ഫിറ്റ് വേറെയാണ്. 6 മണിക്ക് ഇവിടെ പലതും അടക്കും, പലതും തുറക്കും. ബോട്ട് ഒരു സെറ്റപ്പ് സാധനമാണ്. എനിക്ക് പോയതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പ്ലേസ് ആയിരുന്നു ഹൊയാൻ. നല്ല നല്ല ട്രഡീഷണലായിട്ട് കുറേ നല്ല ലൈറ്റ്സൊക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു ഹൊയാൻ. ഹൊയാൻ ഹാസ് മൈ ഹാർട്ട്. സംഭവം നമ്മൾ പോയത് കുറച്ചധികം തിരക്കുള്ള സമയത്താണെങ്കിൽ പോലും നല്ല രസമായിരുന്നു. ഈ തിരക്കൊക്കെ ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ, ഭയങ്കര റഷും ബഹളവുമായിരുന്നു. നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ വരെ അത് പോയിട്ടുണ്ടാവാം. ആൻഡ് ഈ ചേച്ചിയാണ് ഒരു ടോപ്പ് ചേച്ചി. ഈ ചേച്ചിയാണ് നമ്മളെ ബോട്ടിങ്ങിന് കൊണ്ടുപോകാൻ പോകുന്നത്. ഷീസ് ആ ടൂർ ഗൈഡ് അല്ല, ഇപ്പം നമ്മൾ ബോട്ടിങ്ങിന് പോവാണ്. സോ ഷീസ് ടേക്കിംഗ് അസ് ദേർ. എന്തിൻ്റെയോ വേരെല്ലാം വെച്ചിട്ടാണ് അവർ ചെയ്തിട്ടുള്ള. വേര് ഡിഫറെൻറ്റ് ഇടവഴി. ഇവിടെ ഫുൾ ഒരു ഇടവഴിയുടെ കാര്യമാണ്. നമ്മളിത് ഫേമസ് ബോട്ടിങ്ങിന് പോവാണ് ഓഫ് ഹനോയ്. എല്ലാം പറഞ്ഞു രാഗേഷിനെ കാണണ്ടായി. കിട്ടേണ്ടതാണ്. ചേച്ചി came back, പക്ഷെ രാഗേഷ് and Bala didn't show up till now. നമ്മുടെ അടുത്ത് ഒന്നുമേ ഇല്ല. ഫോണൊക്കെ ഉള്ളത് ബാലൻ്റെ അടുത്ത് മാത്രമാണ്. ഫോണില്ലാത്ത സിമ്മ് അതവരിലാണ്. നമ്മിങ്ങനെ പോവും. നോക്കിയെടുക്കണേട്ടോ ശ്രീ. എൻ്റെ ഇവിടെ പിന്നിടല്ല. അതെ, യെസ്. ഇവിടെ ഫാമിലി ബോട്ടിലൊക്കെയാണ് കൊണ്ടുപോകുന്ന. ബോധത്തമ്മ വെയിറ്റിംഗ്. രാഗേഷ്, നീ എങ്ക പോയിരുന്നത്? യെസ്, അപ്പോൾ നമ്മൾ ബോട്ടിൽ കയറി. ബോട്ട് ഇസ് വെരി കളർഫുൾ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ബോട്ടിങ്ങിന് വന്നിട്ടുള്ള. കുറേ അധികം പോകാനുള്ളതാണ്. അടിപൊളിയാണ്. പല സ്ഥലത്ത് അവിടെ നിന്ന് അറഞ്ചും പുറഞ്ചും ഒക്കെ ബോട്ടുകളാണ്. ഈ പള്ളിപ്പെരുന്നാൾ പോലെയാണ് ഇവിടുത്തെ ബോട്ടുകൾ. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ നല്ല രസമാണ്. ആൻഡ് ഇവിടെ വേറൊരു ആചാരം കൂടി ഉണ്ടായിരുന്നു.
മറ്റേ പാട്ടില്ലേ കഥയിലെ രാജകുമാരൻ, അതിൻ്റെ അകത്ത് അവരിങ്ങനെ വെള്ളത്തിലേക്ക് എന്തെന്നായിരുന്നു തിരികളൊക്കെ ഇടൂലേ, വിളക്കുകൾ കൊണ്ടിടില്ലേ, അതുപോലെ ഇവിടെയും ഒരു സംഭവം ഉണ്ട്. പക്ഷേ ലക്കിലി എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് രാകേഷിൻ്റെ അടുത്തോ ഭാര്യയുടെ അടുത്തോ ആരുടെയോ അടുത്തുണ്ട് സംഭവം. ഇറ്റ് വാസ് ഗുഡ്, നല്ലൊരു സാധനം. ഈ ഒരു ബ്രിഡ്ജിൻ്റെ അവിടം വരെയാണ് നമ്മൾ ബോട്ടിങ്ങിന് പോകുന്നത്. അവിടെ നിന്ന് നമ്മൾ ടേൺ എടുത്തിട്ടാണ് തിരിച്ചു വരുന്നത്. ഗുഡായിരുന്നു. ബോട്ടിങ്ങിന് പോയി വന്നതിന് ശേഷം നമ്മൾ ഇതുപോലെ സ്ട്രീറ്റ് ഫുഡെല്ലാം കുറച്ചൊക്കെ കണ്ടു. ഇറ്റ് വാസ് അൺബിലീവബിൾ. അതെന്ത് സാധനം? ഇത് ഹനോയിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മാർക്കറ്റാണ്. ആൻഡ് ഇവിടെ മാർക്കറ്റിൽ സെല് ചെയ്യുന്നത് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങളും അങ്ങനത്തെ അതൊക്കെയാണ്. ആൻഡ് ഈ ഒരു ഷോപ്പിൽ സ്റ്റിച്ചിങ് എല്ലാം 1 to 2 hours ഉള്ളിലാണ് അവർ ആ സൂട്ടും കാര്യങ്ങളൊക്കെ റെഡിയാക്കി തരുന്നത്. വളരെ നല്ല ടേസ്റ്റാണെന്നാണ് ബാല പറഞ്ഞിട്ടുള്ളത്. യെസ് ഗായ്സ്, ഈ പാൻ കേക്കിൻ്റെ മുകളിൽ ന്യൂട്ടല്ല വെതർ ഇടുകയാണ് ചേച്ചി. ഈ ന്യൂട്ടല്ല വെതറുന്നത് കാണാനാണ് മെയിനായിട്ട്. ഹാപ്പൊന്നും ഞങ്ങളുടെ കോടിക്കണക്കിനുള്ള പൈസയാണ്. അഗൈൻ മൂമെൻ്റ് ഓഫ് ട്രൂത്ത് ആയിരുന്നു. പാൻ കേക്ക് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. നല്ല വിശപ്പുണ്ടായിരുന്നു. നല്ലൊരു ഹോട്ടലിൽ കയറിയെന്ന് വിചാരിക്കുന്നു. ഏതോ ഒരു ചേച്ചി വിളിച്ചപ്പോഴത്തേക്ക് നമ്മൾ ഓടി കയറി. നല്ല വിശപ്പുണ്ടായിരുന്നു. ആസ് യൂഷ്വൽ രാകേഷിൻ്റെ ചായ, പിന്നെ സൂപ്പ്, എന്ത് സൂപ്പാന്ന് ഞാൻ മറന്നു. ആൻഡ് നല്ലൊരു പീറ്റ്സയും വന്നു. ഇറ്റ് വാസ് റിയലി ഗുഡ്. ആൻഡ് ഹനോയിലെ അനദർ സ്പെഷ്യാലിറ്റി ഈസ് ദാറ്റ് എല്ലാ കഫേയിലും ഇതുപോലൊരു സിംഗർ ഉണ്ടാവും, മോസ്റ്റ് ഓഫ് ദി കഫേസ്. ആൻഡ് ചില സ്ഥലങ്ങളിൽ ഡാൻസേഴ്സ് ആയിരിക്കും. അങ്ങനെ സ്ട്രീറ്റിൽ തന്നെ ഓരോരോ പരിപാടികളാണ്. ഇതുകൊണ്ടൊന്നും ഞങ്ങൾ നിർത്തില്ല, അടുത്ത ഐറ്റം പിടിക്കാൻ പോയി. ഇതൊരു സ്ട്രീറ്റ് ഫുഡാണ്. അതൊരു പപ്പടം പോലത്തെ എന്തോ ഇരിക്കുന്ന സംഭവം. ഇത് ചിക്കനും മുട്ടയൊക്കെ വെച്ചിട്ടുള്ളൊരു ഐറ്റം ആയിരുന്നു. അപ്പുറത്തെ ചേച്ചി കഴിക്കണപ്പോഴത്തേക്കും നമുക്ക് കൊതി വന്ന് നമ്മൾ പോയി ഓർഡർ ആക്കിയിട്ടുണ്ട്. നോക്കാം സംഭവം എങ്ങനെ പോയിട്ടുണ്ട്. രാകേഷിന് എവിടെയോ ചെറിയ വിഷമങ്ങളുണ്ട്. ഇത് വല്ലതും കഴിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു സംഭവം. ചേട്ടൻ ചിരിച്ചുകൊണ്ടാണ് തരുന്നത്. നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. വാലയാണ് ഫസ്റ്റ് കഴിക്കാൻ പോകുന്നത്. എങ്ങനെയുണ്ട്? ഔട്ട് ഓഫ് 5 എത്ര? 4 ഓക്കെ. എങ്ങനെയുണ്ട്? ശ്രീകുമാറിന് ഫുഡിന്റെ കാര്യത്തിൽ റേറ്റിംഗ് പറയാൻ കുറച്ച് ഔട്ട് ഓഫ് 5 റേറ്റിംഗ് പറയാം. ഔട്ട് ഓഫ് 5 കേട്ടോ. 4 ചൂടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലായിടത്തും ഇതുപോലെ പാട്ടും ഡാൻസൊക്കെയാണ്. വളരെ കളർഫുൾ ആയിട്ടുള്ളത്. We are gonna have mango sticky rice. Okay, side on side. Yeah. എങ്ങനെയുണ്ട്? ഔട്ട് ഓഫ് 5 2. രാകേഷ് പറയട്ടെ, എങ്ങനെ റേറ്റിംഗ്? എങ്ങനെ? 4. What about Bala? 4 and 4.5.
അപ്പൊ നമ്മൾ എന്തൊക്കെ ട്രൈ ചെയ്ത മാംഗോ സ്റ്റിക്കി റൈസ് ട്രൈ ചെയ്തു, പിന്നെ അത് പപ്പടത്തിന്റെ പേപ്പർ പേപ്പർ റൈസ് കേക്ക് അങ്ങനത്തെ ഒരു സാധനം. പിന്നെ വേറെ ഒന്നും കൂടി ട്രൈ ആക്കിയല്ലോ, ബനാന പാൻകേക്ക് 2 times. ബനാന പാൻ കേക്ക് 2 times ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല അത് എന്തോ റേറ്റിംഗ് നമുക്ക് കൊടുക്കുന്നത്. സോ വിത്ത് ദാറ്റ് നമ്മൾ ഹനോയിലെ ഡേ ഫുൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ തിരിച്ച് വണ്ടിക്ക് പോയത്, നമ്മൾ വന്ന വണ്ടിക്ക് തന്നെ പോയത്. നല്ലൊരു ഡേ ആയിരുന്നു. വി എൻജോയ്ഡ് എ ലോട്ട്. ആൻഡ് ഇവിടെ എനിക്ക് പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലവും കൂടിയാണ് ഹനോയ്. വളരെയധികം ട്രഡീഷണൽ ആയിട്ടുള്ള, എന്നാൽ വളരെയധികം കളർഫുള്ളും ഹാപ്പി ആയിട്ടുള്ളൊരു സ്ഥലം. നെക്സ്റ്റ് ഡേ നമ്മൾ പോകാൻ പോകുന്നത് ബനാ ഹിൽസിലോട്ടായിരിക്കും.